ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിൾ ചോക്ലേറ്റിൻ്റെ ഒരു പുഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു പാനിൽ 2 ചോക്ലേറ്റ് മുട്ടായി ഇട്ടെടുത്തിട്ടുണ്ട് 10 രൂപേൻ്റെ. പിന്നെ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഡയറി മിൽക്കാണ് ഇട്ടെടുത്തത്. അപ്പോൾ ഞാനിത് അപ്പം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്, കുറച്ച് വെച്ചതാണ്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു 1.5 ടീസ്പൂണ് കോഫി പൗഡർ ഇട്ടോ അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ഇതൊന്ന് മെൽറ്റ് ആവുന്ന വരെ ഒന്ന് ചോക്ലേറ്റൊക്കെ ഒന്ന്, ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. നമുക്കെല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഈ ഒരു കപ്പിന് 1/2 കപ്പ് പാലിട്ടോ, സാധാ പാൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്, ഇഷ്ടമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി നല്ലോണം നമുക്കിതൊന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇപ്പോൾ നല്ലോണം കുറുകിയിട്ടതാ, ഒരു 5 മിനിറ്റ് കൊണ്ട് നല്ലോണം കുറുകിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. നമുക്കിതൊരു ചെറിയൊരു ഗ്ലാസിൻ്റെ ട്രേയിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ ട്രേയിലേക്ക് മാറ്റിയിട്ടോ. ഇനി ഫ്രിഡ്ജിൽ നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റാക്കിയെടുക്കുക. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്തിട്ട് ഒരു പ്ലേറ്റിലാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ, നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണ ഇൻഗ്രീഡിയൻസ് കൂട്ടിയാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചോക്ലേറ്റ് പുഡിങ്, സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തൊക്കെ, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ വരുന്നതായിരിക്കും.